ഹായ് ഓൾ, വെൽക്കം ടു ലിറ്ററൽ എജുസോൺ. അപ്പോൾ ഇത് നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും, നമ്മൾ തമിഴിൽ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും പലരും ഇതിന്റെ PDF ഒക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഫേക്ക് അല്ല, ഇത് ഒഫീഷ്യൽ തന്നെയാണ്. പക്ഷെ ഇതിൽ പലർക്കും ഇവിടെ ക്ലാരിറ്റി, പല രീതിയിലും ക്ലാരിറ്റി കുറവുണ്ട്. അതൊക്കെ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത് മിനിയാന്ന് 10-ാം തീയതി ഒഫീഷ്യലായിട്ട് വന്ന നോട്ടീസാണ്. അതായത് ആനുവൽ കലണ്ടർ ഫോർ ദ ഇയർ ഓഫ് 2025 ഫോർ ദ റിക്രൂട്ട്മെന്റ് ത്രൂ RRBs. അതായത് നമ്മൾ SSC ഒക്കെ പോലെ ആനുവൽ ആയിട്ട് റെയിൽവേ എന്താ റിക്രൂട്ട്മെന്റ് നടത്താൻ വേണ്ടി പോകണം. അത് നമ്മൾ മുന്നേ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെല്ലണം. അപ്പൊ പല ട്യൂഷൻ ഇത് ഇയർലി റിക്രൂട്ട്മെന്റ് ഒക്കെ പോസിബിൾ ആണോ എന്നുള്ള കാര്യം അത് അടിവരയിട്ടുകൊണ്ട് എന്താ റെയിൽവേ അത് അവരുടെ ഒരു കലണ്ടർ തന്നെ എന്താ അവിടെ പബ്ലിഷ് ചെയ്തു. നമ്മൾ മുന്നേ പറഞ്ഞതല്ല, അതായത് SSC ഉണ്ട്, UPSC ഉണ്ട്, എല്ലാത്തിന്റെ ഓരോ കലണ്ടർ ഉണ്ട് അല്ലെ, അവരുടെ ആനുവൽ റിക്രൂട്ട്മെന്റ് വേറെ. അപ്പൊ അത് PSC വേണമെന്നൊക്കെ നമ്മൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പൊ റെയിൽവേയുടെ എന്താ ഇയർലി റിക്രൂട്ട്മെന്റ് ആ സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പോസിബിൾ ആണ്. പക്ഷെ അത് റെയിൽവേ അത് അവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് 2025 ആനുവൽ കലണ്ടർ എന്നുള്ള രീതിയിൽ. അപ്പൊ ഫോർ ദ പീരീഡ് ഓഫ് ജനുവരി ടു മാർച്ച് എന്താ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണ് അവര് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, അതായത് നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതായത് 2025 ജനുവരി തൊട്ട് മാർച്ച് വരെയുള്ള പീരീഡിൽ. അപ്പൊ ആ ഒരു വേക്കൻസീസ് 2026 ജൂൺ വരെ ഉണ്ട്. അതായത് നിങ്ങളുടെ എക്സാം നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു പീരീഡ് പോലെ ഡിസംബർ 2025 ഡിസംബറിലായിരിക്കും ഇതിന്റെ ഒരു എക്സാം ഉണ്ടാവുക. അപ്പൊ അങ്ങനെ അതിന്റെ റിക്രൂട്ട്മെന്റ്, ആ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത് 2026 ജൂൺ വരെയുള്ള കാലയളവിലായിരിക്കും. 2026 ജൂൺ വരെ. അതുകൊണ്ടാണ് ആ ഒരു ടൈം വരെയുള്ള വേക്കൻസീസ് എന്താ അവരവിടെ അസസ് ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്താ അവര് ഒരു പ്രൊപ്പോസൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നുണ്ടാവും. അതായത് ഈ ഒരു 2026 വരെ എത്ര ഒഴിവുകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം എപ്പോഴാണ് ഈ നവംബറിൽ എന്ത് ചെയ്യും, അവരത് ചെക്ക് ചെയ്യും, അവർ അസസ്മെന്റ് നടത്തും. അത് നടത്തിയിട്ട് ആ ഒരു വേക്കൻസീസ് അപ്രൂവൽ ചെയ്തപ്പോഴായിരിക്കും, ഡിസംബറിലായിരിക്കും അത് അപ്രൂവൽ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അത് കഴിഞ്ഞ് ഡ്രാഫ്റ്റ് എപ്പോഴായിരിക്കും പ്രപ്പോസൽ ഉണ്ടാവുക, 2025 ജനുവരിയിൽ. അപ്പൊ ഒരു ഫെബ്രുവരിയിലൊക്കെ എന്താ ALPയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. ഫെബ്രുവരിയിലൊക്കെ, അതായത് 2025 ഫെബ്രുവരിയിൽ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ടയർ 1 ഒക്കെ റിസൾട്ട് അറിയുന്നുണ്ടാവും. ഓക്കെ, അതായത് ഇപ്പൊ നടക്കുന്ന CBT 1 ടയർ 1 റിസൾട്ട് അറിയുന്നുണ്ടാവും, ALPയുടെ ഒക്കെ. ഫെബ്രുവരി 2025 അതിന്റെ എന്താ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനിയിപ്പം ഏപ്രിൽ ജൂൺ കാലയളവിൽ ടെക്നീഷ്യൻ വരുന്നുണ്ടാവും. അത് 30/6/2026 വരെയുള്ള വേക്കൻസി തന്നെയായിരിക്കും അവിടെ അസസ്മെന്റ് നടത്തുന്നുണ്ടാവുക. മാർച്ച് 2025 എന്ത് ചെയ്യാം, അവിടെ ഡ്രാഫ്റ്റ് പ്രൊപ്പോസൽ ഉണ്ടാവുക. അപ്പൊ അത് കഴിഞ്ഞ് മാർച്ച് തന്നെ നമുക്ക് എന്താ ഒരു നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏപ്രിലേക്ക് പോവാം. ഓക്കെ, ഏപ്രിൽ കാലയളവിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ NTPC അണ്ടർ ഗ്രാജുവേറ്റും അതുപോലെ ഗ്രാജുവേറ്റും, പിന്നെ JE DMS CMA ഒക്കെ വരുന്നത് എപ്പോഴാണ്, അത് വേക്കൻസീസ് അസസ്മെന്റ് അപ് ടു 30/9/2026 ആണ്. 30/9/2026. അപ്പോൾ അത് ആ ഒരു വേക്കൻസി അസസ്മെന്റ് 2025 മാത്രമേ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. 2025 ഏപ്രിൽ മെയ് കാലയളവിൽ മാത്രമേ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് മെയ് ജൂണിലായിരിക്കും അതവിടെ ORMS പോർട്ടല് അപ്രൂവൽ നടത്തുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് ജൂണിൽ മാത്രമേ അതിന്റെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു ഓഗസ്റ്റിലൊക്കെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന്റെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഓഗസ്റ്റിലൊക്കെ ആവും. ജൂലൈ വേണമെങ്കിൽ ജൂലൈ, അല്ലെങ്കിൽ ഒരു ഓഗസ്റ്റ് എന്നുള്ള രീതിയിൽ. ഓക്കെ, ജൂലൈയിലൊക്കെ വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ മാക്സിമം ഒരു ഓഗസ്റ്റ് ഒക്കെ ആവും. ഓക്കെ, ഓഗസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. പിന്നെ മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറി ഡേയ്സിലാകുമ്പോൾ 31/12/2026 വരെയാണ് എന്ത് ചെയ്യാം അവിടെ വേക്കൻസി അസസ്മെന്റ് നടത്തുന്നുണ്ടാവുക. 2025 ജൂലൈയിൽ എന്ത് ചെയ്യാം അത് വേക്കൻസി അസസ്മെന്റ് ORMS പോർട്ടൽ എഴുതണം. പിന്നെ അത് അപ്രൂവൽ ചെയ്യുന്ന ഓഗസ്റ്റിലാണ്. സെപ്റ്റംബർ 2025 അടുത്ത നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്, സോറി ഡ്രാഫ്റ്റ്. അപ്പൊ ഒക്ടോബറിൽ നമുക്കത് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ ഇത് ഒഫീഷ്യലായ ഡോക്യുമെന്റ് തന്നെയാണ്. അപ്പോ നിങ്ങൾക്ക് എന്താ ഇത് എന്താ പറയുക, ജസ്റ്റ് ഒരു ഇൻഡിക്കേഷൻ മാത്രമാണ്. അതിന് ഇയർലി റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ടാവുന്നില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാം അടുത്ത ഒരു ഇതിലേക്ക് മാറ്റാതെ എല്ലാവരും എന്താ ഈ ഒരു ഇപ്രാവശ്യം പഠിച്ചിട്ടുണ്ടല്ലോ, ഡിസംബറിൽ എക്സാം ഉണ്ടല്ലോ, നവംബർ ഡിസംബറിലായിട്ട് എക്സാം ഉണ്ടല്ലോ, അതിൽ തന്നെ എന്ത് ചെയ്യാം മാക്സിമം കയറി പറ്റാൻ വേണ്ടി നോക്കാം. ഇനി അടുത്ത വർഷം വരുമ്പം ഈ ഒരു വേക്കൻസീസ് തന്നെ ഉണ്ടാവുന്നില്ല, നമുക്ക് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, കാരണം ഇയർലി റിക്രൂട്ട്മെന്റ് ആകുമ്പോൾ അവിടെ വേക്കൻസി അവിടെ സ്വാഭാവികമായിട്ടും കുറയാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. മേ ബി അവിടെ ഒരു ചാൻസ് ഉണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാലോ, SSCയുടെ ഒക്കെ കേസിലാകുമ്പോൾ അവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോ RRBയുടെ കേസിലും ഇയർലി റിക്രൂട്ട്മെന്റ് ആകുമ്പോൾ അവിടെ വേക്കൻസീസ് കുറയാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോ
അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അത് കൂടാണ്ട് ഇതിലിപ്പം സീനിയർ സെക്ഷൻ എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല. നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്. അത് SSC ആയിരിക്കും കണ്ടക്ട് ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു നോട്ടീസ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റെയിൽവേയുടെ സൈറ്റിൽ റെയിൽവേയുടെ അവരുടെ ആനുവൽ കലണ്ടറിൽ എന്ത് ചെയ്യാം, സീനിയർ സെക്ഷൻ എഞ്ചിനീയറിന്റെ കാര്യം അവിടെ മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് SSC ആണോ കണ്ടക്ട് ചെയ്യാന്നുള്ളത് നമുക്ക് അവിടെ ഒന്ന് കൺഫർമേഷൻ കിട്ടാണ്ട്. SSC അതിനെ പറ്റിയൊന്നും വേറെ നോട്ടീസ് ഒന്നും ഇറക്കിയിട്ടില്ല. ഓക്കെ, എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യമാണെങ്കിൽ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.